ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു അൺബോക്സിംഗ് ആണ്. സാധനം എന്താണെന്ന് എല്ലാവരും തമ്മിലിൽ തന്നെ കണ്ടു കാണും. അപ്പോൾ ഞാനതിനെ കൂടുതൽ ഒന്ന് വലിച്ച് നീട്ടുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് തുറന്നേക്കാം. സംഗതി മീഡിയ മോഡാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഈ മീഡിയ മോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിപ്പം നമ്മുടെ വീഡിയോയിൽ എല്ലാവരോടും പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യണം. എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മീഡിയ മോഡ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. 8400 MRP വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. ഓടിപ്പോവല്ലേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കുക. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രം എൻ്റെ ഈ ഏത് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കാണിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ. ഓക്കെ, അപ്പോൾ നമുക്കിവനെ ഒന്ന് പൊളിക്കാം. വലിയ ചണക്കൊന്നുമില്ല, സിമ്പിളാണ്. യെസ്, അങ്ങനെ ബോക്സ് നമ്മളൊന്ന് അഴിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. നല്ല സൂപ്പർ ബോക്സാണ്. നമുക്ക് ഇതിൽ തന്നെ കാണാം 10 കോമ്പറ്റബിൾ ആണ്. അതായത് ഇത് 9ലും 10ലും ഹീറോ 9 എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഗോപ്രോയുടെ ഹീറോ 9 എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഗോപ്രോ ഹീറോ 9ൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മീഡിയ മോഡ് എടുത്തിരിക്കുന്നത്. നമുക്കിവനെ ഒന്ന് അൺബോക്സ് ചെയ്യേണ്ട വഴി ഒന്ന് നോക്കാം. ഇവിടെ 2 എണ്ണം ഒന്ന് കളയുക. ഓക്കെ, ബോക്സ് തുറന്നു. ഇങ്ങനെ തന്നെ. ഓക്കെ, അതെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു കവർ ഞാൻ തൽക്കാലം ഒന്ന് മാറ്റാം. MRP ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. 8400 രൂപയാണ് ഇതിൽ MRP കൊടുത്തിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്ക് നോക്കുകയാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഡയറക്ഷണൽ മൈക്ക്, അതായത് ഡയറക്ഷണൽ മൈക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഫ്രണ്ടും ബാക്കും. 3.5 mm മൈക്ക് പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ HDMI ഔട്ട് ഉണ്ട്, USB-C പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ കവർ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ആദ്യം തന്നെ സാധനം അവിടെ ഇരിപ്പുണ്ട്. മാനുവൽസ് നമ്മളിങ്ങനെ തിരിച്ച് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ സാധനം. എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കവറാണ്. വേണ്ടേ, ഇതാണ് നമ്മുടെ. ഓക്കെ, അപ്പം എല്ലാവർക്കും, കുറച്ച് പേർക്കെങ്കിലും ഈ മീഡിയ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരിക്കും. ഇനി അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. മീഡിയ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗോപ്രോ 9ലും 10ലും ഇതിൻ്റെ അടുത്ത മോഡലിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൈക്കാണ്. അതായത് മൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഇൻറ്റേർണൽ ഒരു മൈക്ക് ഇപ്പം വരുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മൈക്കില്ല. ഞാനിതിപ്പം എൻ്റെ ഭാഗത്തോട്ട്, അതായത് ഇങ്ങനെ ഫേസ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നല്ല രീതിക്ക് അത് ക്യാപ്ചർ ചെയ്യും. എന്നാൽ ഞാൻ ഫ്രണ്ട് ഭാഗം കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ക്യാപ്ചറിങ് കുറയും. അതൊരു പോയിന്റ്. പിന്നെ ഇതിൽ എനിക്ക് എക്സ്റ്റേണൽ മൈക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ ഈ മീഡിയ മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിക്കും. പിന്നെ ഇതിൽ ഈ ഒരു ഗോപ്രോ 9 വെച്ചുകൊണ്ട് എനിക്കൊരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു സ്ക്രീനോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ മീഡിയ മോഡ് ഉണ്ടെങ്കിൽ അത് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം. ആദ്യം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരും കണ്ടു, ഇതുണ്ട്. പിന്നെ ഒരു വിൻഡ് റിഡക്ഷൻ ഒരു കേജ് ഉണ്ട്. അത് സ്പോഞ്ചിൻ്റെ ആണ് വരുന്നത്, മറ്റേ കോട്ടൺ ടൈപ്പ് അല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ എല്ലാവർക്കും ഈ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇത് സാധാരണ നമ്മുടെ സ്പോഞ്ച് ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഒരു സ്ക്രൂ ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്ക്രൂ എന്നാന്നുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ഗോപ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി കാണും. പിന്നെ ഒരു ക്ലിപ്പും കൂടെ ഉണ്ട്. ഗോപ്രോയുടെ തന്നെയാണ് വരുന്നത്. ഒരു അഡ്വാൻറ്റേജാണ്, കൊള്ളാം, നല്ല സാധനം. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വരാം. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ സൈഡിലൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പൊന്ന് താത്ത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സെയിം ഈ ഗോപ്രോയ്ക്ക് വരുന്ന പോലെ തന്നെ ഈ സൈഡും നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാണ്. അതെ, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇതിൻ്റെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ വലിക്കുക, ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു പോർഷൻ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്ന പോർഷൻ ജസ്റ്റ് മേളിലോട്ടൊന്ന് വലിച്ചാൽ മതി. അത് പുറത്തോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഊരിയെടുക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ലാതെയാകും. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഈ കവറും കൂടി ഞാനൊന്ന് ഊരുകയാണ്. ഇത് ഊരി നമുക്ക് ആദ്യം പിന്നെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇതിപ്പം ഈ 9ൻ്റെ 10ൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്, ഇത് മടക്കി വയ്ക്കാൻ സാധിക്കും. എന്നിട്ട് ഞാനിത് ഈ കേജിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ റെക്കോർഡ് ബട്ടൺ. ഈ സൈഡിൽ എൻ്റെ റെക്കോർഡ് ബട്ടൺ ഉണ്ട്, ഇവിടെ അതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്, ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. അപ്പം നേരെ ഇത് ഇങ്ങനെയാണ് കയറുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. യെസ്, എന്നിട്ട് ഇവിടെ ഒരു C ടൈപ്പ് പോർട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു C ടൈപ്പ് പോർട്ട് കാണാം. ഈ പോർട്ടിലോട്ട് ഇത് ഡയറക്റ്റ് വന്ന് ഇൻസേർട്ട് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുക. യെസ്, അത് കയറുന്നുള്ള നമുക്ക് ആ ഒരു ചെറിയൊരു ഫീൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക.
ഇട്ടു, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഗോപ്രോ കുറച്ചുകൂടെ ഒന്ന് ചങ്കിയായി, അതായത് ഒന്ന് ഒരു കുറച്ചുകൂടെ വലിയൊരു സൈസായിപ്പോയി. എന്നിട്ട് നമ്മളിതിൻ്റെ താഴത്തെ ഈ ഒരു പോർഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു എയറിൻ്റെ അതായത് നമ്മുടെ എയറിൻ്റെ വല്ലതൊക്കെ അടിക്കുകയാണ്, നമ്മളിപ്പം നമ്മൾ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുന്ന സമയത്ത് വിൻഡിൻ്റെ പ്രഷറോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേജ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേജ് ഫിറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് കാണുന്നത് വെറുതെ ഒന്ന് കയറ്റി ഇട്ടാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഊരി എടുക്കണമെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ചുമ്മാ വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പൊക്കോളും. അപ്പോൾ വളരെ സിമ്പിളാണ്, അത് വിട്ടു. തൽക്കാലം ഞാനൊന്ന് മാറ്റി വയ്ക്കാം, നമ്മുടെ വീഡിയോ പർപ്പസിന് ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ട് ഇത് ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഞാൻ ഇവനൊന്ന് ഊരി പുറത്ത് വയ്ക്കുകയാണ്. ശരി, അപ്പം നമുക്കിപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആദ്യം ഞാൻ ഈ മീഡിയ മോഡിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. ഇവിടെ 3 കവേഴ്സ് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ഒരു 3 കവേഴ്സ് നമുക്കിങ്ങനെ തുറക്കാൻ പറ്റുന്ന ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ ഈ 3 പർപ്പസാണ് വരുന്നത്. ഒന്നാമത്തത് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഏതെങ്കിലും രീതിക്ക് എക്സ്റ്റേണൽ മൈക്ക്, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ സോണിയുടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വയർലെസ് മൈക്ക് എനിക്ക് ഇതിനകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ മേളിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ മൈക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ഷൂവിൻ്റെ പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കോൾഡ് ഷൂ ആണ്, കോൾഡ് ഷൂവിൻ്റെ പോർഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ 3.5ൻ്റെ ജാക്ക്, അതായത് മൈക്ക് ജാക്ക് കണക്ട് ചെയ്യാൻ. രണ്ടാമത് വരുന്നത് നമ്മുടെ സി ടൈപ്പ് പോർട്ടാണ് വരുന്നത്, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരെണ്ണം വരുന്നത് HDMI ഔട്ടാണ് വരുന്നത്. അത് ശരിക്കും ഈ ഒരു മോഡൽസിന് ഔട്ടില്ല, അത് ഈ മീഡിയ മോഡിന് മാത്രം വരുന്നുള്ളൂ. ഈ HDMI ഔട്ട് വെച്ച് നമുക്ക് നേരെ നമ്മുടെ TV-യിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൂടെ കാണിച്ചു തരാം. അതായത് മീഡിയ മോഡ് ഇല്ലാതെ നമുക്ക് മൈക്കിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നും മീഡിയ മോഡ് വെച്ചുകൊണ്ട് മൈക്കിൻ്റെ സൗണ്ട്, അതൊരു ക്യാമറ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തും ബാക്കിലോട്ട് ഫേസ് ചെയ്തും 2 രീതിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു മീഡിയ മോഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോപ്രോ എന്ന് പറയുന്ന ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത് ഈ യൂട്യൂബേഴ്സ് മാത്രം ഞാൻ ഒരിക്കലും പറയത്തില്ല, ട്രാവലേഴ്സും ഈ ട്രാവൽ വീഡിയോസൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഈ മെമ്മറീസ് കീപ്പ് ചെയ്യണമെന്നൊക്കെയുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടാനും അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിൽക്കാനും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാനും പിന്നീട് മുമ്പോട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മീഡിയ മോഡ് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവനെ ഒന്ന് ഔട്ട്ഡോറിൽ ഒരു ഷൂട്ട് നടത്തിയേച്ചും ഓടിയിങ് പോരാ. അപ്പം നമ്മളിപ്പം മീഡിയ മോഡ് ഇല്ലാതെ നമ്മുടെ ഹീറോ ഗോപ്രോ 9 ഞാൻ ജസ്റ്റ് ഇപ്പം ഇതിനകത്തുള്ള റെക്കോർഡിങ് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാനിപ്പം ഈ കേൾക്കുന്ന സൗണ്ട് ഞാനിപ്പം സാധാരണ രീതിക്ക് വളരെ ലൈറ്റായിട്ടുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമോ അതിപ്പം കേൾക്കുന്നത് നമ്മുടെ ഈ ഗോപ്രോയുടെ മൈക്ക് തന്നെയാണ്, ഇൻബിൽറ്റ് മൈക്കിലെ സൗണ്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മീഡിയ മോഡ് കൂടെ ഒന്ന് യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരു 20 സെക്കൻഡ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മീഡിയ മോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. മീഡിയ മോഡിൻ്റെ ഫ്രണ്ട് മൈക്ക് ഓണാണ്, ഫ്രണ്ടും ബാക്കും ഇതിൻ്റെ മൈക്കുകൾ അവൈലബിൾ ആണ്. ഫ്രണ്ട് മൈക്കാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മുടെ മീഡിയ മോഡിലെ മൈക്ക് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ സംസാരിച്ച അതേ രീതി ആ സൗണ്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്കിപ്പം മനസ്സിലാകത്തില്ല. ഇനി ഞാൻ എഡിറ്റിംഗ് സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതും ഞാനൊരു 20 സെക്കൻഡിൽ തന്നെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഈ മീഡിയ മോഡിൽ ഞാൻ റെക്കോർഡ് ചെയ്തതും നമ്മുടെ മീഡിയ മോഡ് ഇല്ലാതെ നമ്മുടെ ഗോപ്രോയിൽ തന്നെ റെക്കോർഡ് ചെയ്തതിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മൈക്കിൻ്റെ അഡാപ്റ്റർ ഉണ്ട്, അതായത് 3.5യുടെ ജാക്ക് ഉള്ളതുകൊണ്ട് എനിക്കിനിയിപ്പോൾ ഇവിടെ മേളിലൊരു മൈക്ക് കണക്ട് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ലൈറ്റും കൂടെ പിടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ മേളിൽ 2 ഹോട്ട് ഷൂസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലൈറ്റൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, അതായത് നൈറ്റിൽ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് പോകാതെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ തന്നെ ലൈറ്റും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സൈഡിൽ മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, പോർട്ടബിൾ മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മീൻസ് നല്ലൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ലൈറ്റ്സ് നമുക്ക് ഓൺ ചെയ്ത്, ഇപ്പം ഞാൻ ഗ്രീൻ കളറാണ് ഇട്ടിരിക്കുന്നത്, നമുക്ക് മാറ്റി വൈറ്റ് ആക്കാൻ സാധിക്കും. അപ്പം വൈറ്റ് ലൈറ്റ് ബ്രൈറ്റ്നസ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിലൊരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു പ്രകാശം കൊണ്ട് നമുക്ക് രാത്രി നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു മീഡിയ മോഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്, നമുക്കിതും കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ HDMIയുടെ ഔട്ടും ഉണ്ട്. നമ്മുടെ സാധാരണ ഫോൺ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ സി ടൈപ്പിൽ തന്നെ കൊടുത്ത് ചാർജ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും മീഡിയ മോഡ് ഊരി വെക്കേണ്ട കാര്യം വരുന്നില്ല.